നമസ്കാരം. വി ലവ് സിനിമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എക്സ്ക്ലൂസീവായ ഒരു ചലച്ചിത്ര വിശേഷമാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭ ഈ അടുത്ത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി വളരെ വിജയങ്ങൾ നേടിയവയാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന കഥാപാത്രങ്ങൾ, അഭിനയത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം, ഇതൊക്കെ മലയാള സിനിമയിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വി ലവ് സിനിമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. മമ്മൂട്ടി നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ചെന്നൈയിൽ ആരംഭിച്ചു. ഈ അടുത്തായി ഇറങ്ങിയ അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും കലാപരമായും സാമ്പത്തികമായും ഒക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ്. പ്രേക്ഷകർ വെള്ളിത്തിരയിൽ ഈ ചിത്രങ്ങൾ എത്തുമ്പോൾ ഇരു കൈയും നീട്ടി അത് സ്വീകരിക്കുന്നു. അദ്ദേഹം അഭ്രപാളിയിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലുമുള്ള സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം, അതാണ് അദ്ദേഹത്തെ പ്രേക്ഷകർ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ ഒന്നിനൊന്ന് ഹിറ്റുകൾ സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവായ പുതിയ ചിത്രവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതം മേനോൻ എന്ന ഒരു പ്രശസ്ത സംവിധായകനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മിന്നലെ, വിണ്ണை താണ്ടി വരുവായ, വാരണമായിരം, വേട്ടയാട് വിളയാട് തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ തമിഴിൽ സംവിധാനം ചെയ്ത സംവിധായകൻ. തെലുങ്കിലും അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹിന്ദിയിൽ രഹാന ഹൈ തേരെ ദിൽ എന്ന ചിത്രം സംവിധാനം ചെയ്തു. അങ്ങനെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഗൗതം മേനോനാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത്. സംവിധായകൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും എല്ലാ ഭാഷകളിലും പ്രാവീണ്യം തെളിയിച്ച അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രം വെള്ളിത്തിരയിൽ കാണാൻ. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത് മറ്റാരുമില്ല, തെന്നിന്ത്യൻ സൂപ്പർ നായിക നയൻതാര. നയൻതാര മുമ്പും ഒരുപാട് ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. അതിലാദ്യം കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ എന്ന ചിത്രത്തിലാണ് നയൻതാര മമ്മൂട്ടിയുടെ നായികയായി എത്തിയത്. അന്ന് അവർ സൂപ്പർ നായികയൊന്നുമല്ല. അതിനുശേഷം തസ്കരവീരൻ, പിന്നീട് ഭാസ്കർ ദ റാസ്കൽ, പുതിയ നിയമം, അങ്ങനെ ഒരുപിടി ചിത്രങ്ങളിൽ മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർ ആ ചിത്രങ്ങളെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ ചിത്രങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി വിജയം കൈവരിച്ച ചിത്രങ്ങളും ആയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നു, എല്ലാം വിജയിച്ചു. അവയെല്ലാം സാമ്പത്തികമായി വിജയങ്ങളായിരുന്നു. മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം വിജയിക്കുമ്പോൾ അത് സിനിമാ വ്യവസായത്തിന്, അല്ലെങ്കിൽ മലയാള സിനിമയെ കൈപിടിച്ചുയർത്തുന്നതിനും മലയാള സിനിമയെ താങ്ങി നിർത്തുന്നതിനും ആ മഹാനായ നടൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഉദാഹരണം, ആദർശ സുകുമാരനും പോൾസൺ സ്കറിയയും ചേർന്ന തിരക്കഥ തയ്യാറാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രം, ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം, മുഹമ്മദ് ഷാഫിയും റോണി ഡേവിഡ് രാജും രചിച്ച റോബിൻ വർഗീസ് രാജ് ആദ്യമായി സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രം, ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡാർക്ക് ഹൊറർ ഫാന്റസി ചിത്രം ഭ്രമയുഗം. വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലായിരുന്നു മമ്മൂട്ടി ആ ചിത്രത്തിൽ പകർനാട്ടം നടത്തിയത്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിച്ച വൈശാഖ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ടർബോ, ഇവയെല്ലാം തന്നെ മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് കൂടാതെ മമ്മൂട്ടിയുടേതായി പുറത്തു വരാൻ പോകുന്ന അമൽ നീരദ് ചിത്രം, മഹേഷ് നാരായണൻ ചിത്രം, ഇതിലൊക്കെ ഉപരി പ്രിയദർശനും അനൗൺസ് ചെയ്തിരിക്കുന്നു മമ്മൂട്ടിയുമായി ഒരുപാട് കാലത്തിന് ശേഷം ഒരു പുതിയ ചിത്രം. അതുകൂടാതെ ഓണത്തിന് റിലീസ് ചെയ്യാൻ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായി ഇരിക്കുന്ന ഡിനോ ഡെനീസ് സംവിധാനം ചെയ്ത ഒരു ചിത്രം, അതിന്റെ പേര് ബസൂക്ക. ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ വൻ വിജയമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. തന്റെ ഈ പ്രായത്തിലും തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കുന്നതിനും ഒരുപാട് ആരാധകരെ നേടിയെടുക്കുന്നതിനും തന്റെ 73-ാം വയസ്സിൽ അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, സിനിമയോടുള്ള ഇഷ്ടം,
അവസാനം വരെ അഭിനയിക്കണം എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഈ അടുത്ത് അഭിപ്രായപ്പെട്ടത്. ഒരിക്കലും എനിക്ക് അഭിനയം മടുക്കില്ല എന്നാണ് മമ്മൂട്ടി ഒരു ഇന്റർവ്യൂവിൽ ആ ഇന്റർവ്യൂവറോട് പറഞ്ഞത്. അങ്ങനെ ആ സിനിമാ ജീവിതം, അഭിനയ കലയോടും സിനിമയോടുമുള്ള അദ്ദേഹത്തിന്റെ ആവേശം, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ അഭിനിവേശം എല്ലാം സിനിമാ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം അർപ്പിക്കുമ്പോൾ അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളും വിജയമാകട്ടെ. അതിലൂടെ ഒരു പിടി കുടുംബങ്ങളാണ് അവരുടെ കുടുംബം പോറ്റുന്നത്. അപ്പോ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും വിജയിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ സിനിമയ്ക്കെല്ലാം, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്കും, അദ്ദേഹത്തിന് വരാനിരിക്കുന്നതും വന്നതുമായ എല്ലാ സിനിമകൾക്കും എല്ലാവിധ വിജയ പ്രതീക്ഷകളും ആശംസകളും നേരാൻ പ്രേക്ഷകർക്കൊപ്പം വി ലവ് സിനിമയും എന്നും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും മമ്മൂട്ടിക്ക്, മമ്മൂട്ടി എന്ന സിനിമാ പ്രതിഭയ്ക്ക് നൽകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.